നമസ്കാരം. കമ്മ്യൂണിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഷിക്കാഗോ സ്കോക്കി മോട്ടൺ ഗ്രോവ് എഡ്യൂക്കേഷണൽ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാജൻ ആനിത്തോട്ടത്തിൻ്റെ സത്യപ്രതിജ്ഞ സ്കോക്കി മേയർ അഡ്മിനിസ്ട്രേഷൻ സെൻറ്ററിൽ വെച്ച് നടത്തപ്പെട്ടു. മുൻ ബോർഡ് പ്രസിഡന്റ് തെരേസ ഗ്രൂവർ പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനത്തിൽ പ്രമോദ് ഷാ, ദീന മോഡി, ബാബു വർമ്മ, ഗീത പട്ടേൽ, ഡോക്ടർ ചന്ദ്രകാന്ത് മോഡി എന്നിവർ പ്രസംഗിച്ചു. ഷാജൻ ആനിത്തോട്ടം സ്വാഗതവും ജേക്കബ് ചിറയത്ത് നന്ദിയും രേഖപ്പെടുത്തി. ക്യാമ്പയിൻ ചെയർമാൻ ഡോക്ടർ ലൈല ജോസഫ്, ജോബ് വർഗീസ്, സ്റ്റീഫൻ ചെള്ളമ്പേൽ, അശോക് കൃഷ്ണൻ, കുഞ്ഞുമോൻ തച്ചേട്ട് എന്നിവർ നേതൃത്വം നൽകി. സ്ഥലം മാറിപ്പോകുന്ന ഇന്ത്യൻ ഹെഡ് കോൺസുലർ പി ശശികുമാറിന് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ന്യൂയോർക്ക് റീജിയന്റെ ആഭിമുഖ്യത്തിൽ വൈറ്റ് പ്ലെയിൻസിലുള്ള റോയൽ ഇന്ത്യ ഹോട്ടലിൽ വെച്ച് യാത്രയയപ്പ് നൽകി. വിസ പാസ്പോർട്ടിന്റെ ചുമതല വഹിച്ചിരുന്ന ഇദ്ദേഹം ട്രൈ സ്റ്റേറ്റിലുള്ള മലയാളികൾക്ക് നൽകിയ സേവനങ്ങളെ ആദരിച്ചു നൽകിയ സമ്മേളനത്തിൽ മലയാളം പത്രം എക്സിക്യൂട്ടീവ് എഡിറ്റർ റോയ് ജേക്കബ്, താജ് മാത്യു, ജോർജ് ജോസഫ്, കൈരളി ടിവിക്ക് വേണ്ടി ജോസ് കടാപ്പുറം, ജനനി മാസികയ്ക്ക് വേണ്ടി ജെ മാത്യു, ജോസ് തയ്യിൽ, ജോർജ് തുമ്പയിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. മറുപടി പ്രസംഗത്തിൽ പി ശശികുമാർ അമേരിക്കയിലെ പത്രപ്രവർത്തകർ തനിക്ക് നൽകിയ പ്രോത്സാഹനങ്ങൾക്ക് നന്ദി പറഞ്ഞു. ഇതുപോലെ ഒരു യാത്രയപ്പ് എനിക്ക് വേണ്ടി ഒരുക്കിയ ഇന്ത്യ പ്രസ് ക്ലബിനോടുള്ള എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ന്യൂസ് എന്നെ അറിയുന്നതും മറ്റുള്ള കൈരളി ഇവിടെ എല്ലാവരും ശശികുമാർ സാറുമായിട്ട് ഫ്രണ്ട്ലി ആയിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും നേരിട്ട് ശശികുമാർ സാറിനെ അപ്രോച്ച് ചെയ്യായിരുന്നു. നമ്മുടെ ഒരാള് നമുക്ക് ഒരാൾ കൗൺസിലേറ്ററിലുണ്ട്. പിന്നീടുള്ള സംഭവങ്ങൾ വെച്ച് നോക്കിയപ്പോൾ ആദ്യം പറഞ്ഞ രണ്ട് പ്രസ്താവനകളും ശരിയായിരുന്നു. നമ്മളിൽ ഒരാൾ, നമ്മുടെ ഒരാൾ. പക്ഷെ നമുക്ക് ഒരാൾ എന്നുള്ളത് തിരുത്തേണ്ടി വന്നു. എല്ലാവരുടെയും ഒരാളായി അദ്ദേഹം മാറിയിരുന്നു. ആ സൗകര്യങ്ങൾ ലഭിക്കുവാൻ പലപ്പോഴും ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് സാധിച്ചിട്ടില്ല എന്നുള്ള ദുഃഖം സത്യം ആ കമ്മ്യൂണിറ്റിയെ സഹായിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഒരു മലയാളി എംബസിയുടെ ലൈനിലേക്ക് നമ്മുടെ രീതിയിലേക്ക് അദ്ദേഹം മാറ്റിയെടുത്തു. അതിനെ എന്തൊക്കെ പറഞ്ഞാൽ അത് സാറിന്റെ കഴിവുകൾ തന്നെയാണ്. ജോർജ് ജോസഫ് പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും സാറിന് നല്ല ഭാവിയുണ്ട്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ആതുരസേവനം നടത്തിവരുന്ന ക്രിസ്ത്യൻ വേ ഇന്റർനാഷണൽ കേരളത്തിന്റെ വടക്കൻ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കുള്ള സംഭാവന ഷാജു സാമിൽ നിന്നും പ്രശസ്ത സിനിമാ നടൻ ശ്രീനിവാസൻ ക്രിസ്ത്യൻ വേയ്ക്ക് വേണ്ടി സ്വീകരിച്ചു. എൽമോണ്ടിലുള്ള ട്രാവൻകൂർ റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന മീറ്റിംഗിന് ജനറൽ സെക്രട്ടറി ഫിലിപ്പ് മഠത്തിൽ നേതൃത്വം നൽകി. ഫോമർ ജനറൽ സെക്രട്ടറി ജോൺ സി വർഗീസ്, കേരള സെൻട്രൽ പ്രസിഡന്റ് ജോസ് ചുമ്മാർ, നോർക്ക ഡയറക്ടർ UA നസീർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. കുഞ്ഞ് മാലിയിൽ നന്ദി രേഖപ്പെടുത്തി. ഫോമർ ജനറൽ സെക്രട്ടറി ശ്രീ ജോൺ സി വർഗീസ്, പ്രസിഡന്റ് ചുമ്മാർ സാർ, ശ്രീ തോമസ് ഷാമുവൽ, ജോമോൻ, ശ്രീ ഡോറി, മേയയുടെ ജോസ് കാണാപുരം, ഏഷ്യാനെറ്റിന്റെ അലക്സ്, ഷൺമുഖൻ, വർഗീസ് രാമൻ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അവിടെ ജീവിച്ചിരുന്ന സഹജീവികളുടെ ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെ പങ്കുചേർന്ന് തോമസ് എന്ന വൈദ്യനായി, അട്ടച്ചാക്കൽ ഹൈസ്കൂളിലെ അധ്യാപകനായി, റംബാച്ചനായി, ജാതി മത പ്രവർത്തകനെ രണ്ടാം ഗവൺമെന്റ് ആശുപത്രിയുടെ ഉച്ചവശം കൊടുത്തു വരികയാണ്. ശ്രീ അവരെ ക്ഷണിച്ചുകൊണ്ടും ഇന്നലെ ആശംസകൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഏറ്റവും ദിവ്യമായ ദാനം എന്ന് പറയുന്നത് അന്നദാനമാണെന്നാണ് പറയുന്നത്. മനുഷ്യന്റെ നിലനിൽപ്പ് യഥാർത്ഥത്തിൽ മറ്റൊന്നുമല്ല. ഇവരൊക്കെ പറയും ഈ വയറിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. വയറിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിയുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യണം എന്നറിയാതെ ഇപ്പൊ ഈ ടി വിയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ നമ്മളിൽ ഏർപ്പെടുന്നുണ്ടെന്നും മറ്റുള്ളവർ അറിയേണ്ടതും അങ്ങനെ അറിയുന്നതും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ചെറിയ അറിവ് പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. നേതൃത്വം കൊടുക്കുന്നത് മിസ്റ്റർ ഫിലിപ്പിനോട് നമ്മുടെ ഹൃദയത്തിലുള്ളവരായ എല്ലാവർക്കും എന്റെ ആശംസകൾ. തുടർന്നും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സജീവമായി നാട്ടിലും വരുമ്പോൾ കഴിയുമെങ്കിൽ ഞാനും ഇതുപോലുള്ള പരിപാടികളിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഇനിയും വരാം. കേരള അസോസിയേഷൻ ഓഫ് ഡാലസിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തദാനവും അസോസിയേഷൻ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും നാട്ടിൽ നിന്ന് വരുന്ന സന്ദർശകർക്കും ഈ ക്യാമ്പ് വളരെ പ്രയോജനം ചെയ്തു. ഡോക്ടർമാരായ സുനിൽ മാത്യു, രാജീവ് ജോസഫ്, മെറീന വെങ്ങാലിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നേഴ്സസും പാരാമെഡിക്കൽ സ്റ്റാഫും പരിശോധനകൾ നടത്തി. 100-ൽ പരം ആളുകൾ ഇതിൽ പങ്കെടുത്തു.
രക്തദാനത്തിന്റെ ഉദ്ഘാടനം മുൻ വൈസ് പ്രസിഡന്റ് ബാബു സി മാത്യു രക്തം നൽകി നിർവഹിച്ചു. 30-ൽ പരം യുവതി യുവാക്കൾ രക്തദാനം നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് രമണി കുമാർ, സെക്രട്ടറി തോമസ് വടക്കേമുറിയിൽ, വൈസ് പ്രസിഡന്റ് തോമസ് വർഗീസ്, ആൻസി ജോസ്, സെലിൻ വടക്കേമുറിയിൽ, ക്രിസ് സെബാസ്റ്റ്യൻ, റോസമ്മ ജോർജ്, ജോളി ബാബു, ചെറിയാൻ ചൂരനാട്, ഡേവിസ് മുണ്ടൻമാണി, പീറ്റർ നെറ്റോ, ബോബൻ കൊടുവത്ത്, ഐ വർഗീസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഷിക്കാഗോ സീറോ മലബാർ രൂപതയിലെ ഡാലസ് സെയിന്റ് തോമസ് കാത്തലിക് ചർച്ചിലെയും സെയിന്റ് അൽഫോൻസ ചർച്ചിലെയും കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണവും കൺഫർമേഷനും നടത്തപ്പെട്ടു. ഷിക്കാഗോ രൂപതാധീശൻ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും വികാരി സജി ചക്കിട്ടമുറിയിൽ, ഫാദർ കുരുവിള പാണ്ടിക്കോട്, ഫാദർ ജോസഫ് അമ്പാട്ട് എന്നിവരുടെ സഹകാർമ്മികത്വത്തിലുമാണ് ഈ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെട്ടത്. ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള കലാമേള ബെൽവുഡ് സീറോ മലബാർ കത്തീഡ്രൽ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. അസോസിയേഷൻ പ്രസിഡന്റ് ലജി പട്ടാരമടത്തലിന്റെ അധ്യക്ഷതയിൽ നടന്ന കലാമേളയുടെ ഉദ്ഘാടനം മുൻ കലാപ്രതിഭകളായ പോൾ ഏടാട്ടും പ്രസ്റ്റീന വടക്കുംചേരിയും നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. 100 കണക്കിന് കുട്ടികൾ പങ്കെടുത്ത ഈ കലാമേളയ്ക്ക് നേതൃത്വം നൽകിയത് ടോമി അമ്പേനാട്, ജോർജ് തോട്ടപ്പുറം, രഞ്ജൻ എബ്രാഹാം, ജോജോ വെങ്ങാന്തറ, ജേക്കബ് ചിറയത്ത്, സണ്ണി വള്ളിക്കളം തുടങ്ങിയവരായിരുന്നു. കനേഡിയൻ മലയാളി അസോസിയേഷനും ഫോമ കാനഡ റീജിയനും സംയുക്തമായി നടത്തിയ കൾഫെസ് 2009-ൽ കലാതിലകമായി സാൻഷ്യ സെബാസ്റ്റ്യനും കലാപ്രതിഭയായി ഷാരോൺ ജോയും തിരഞ്ഞെടുക്കപ്പെട്ടു. വനിതാ വിഭാഗത്തിൽ ജെയിൻ ജോമിയും ലിൻഡ മേരി ജോസഫും, പുരുഷ വിഭാഗത്തിൽ ഫ്രാൻസിസ് ജോസഫും 2ാം സ്ഥാനങ്ങൾ നേടി. കമ്മ്യൂണിറ്റി ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.